എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 5/2024 ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഹാർദമായ ഒരു സ്വാഗതം പറയുകയാണ്. താഴെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യണേ, താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ ആണ്. എത്ര പ്രാവശ്യം PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? സുകുമാർ സെൻ ആണ്. രംഗനാഥ മിശ്ര ആരാണ്? മനുഷ്യാവകാശ കമ്മീഷന്റേതാണ് അല്ലെ? ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഇപ്പൊ ആരാണ് കറണ്ട് അഫെയറില് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ എത്രാമത്തെയാണ്? 26ാമത്തെ ഇലക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ്. ഏത് ഭാഗത്തിലാണ് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട്, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭാഗം 15 ആണ്. ഏതാണ് ഭാഗം 15? ആർട്ടിക്കിൾ ഏതാണ്? ഭാഗം 15 ആർട്ടിക്കിൾ 324 to 329 വരെയാണ്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി മാസം 25. 1950 ജനുവരി 25 ആണ്. ദേശീയ സമ്മതിദായക ദിനം എന്നാണ്? ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. എപ്പോൾ തുടങ്ങി ആചരിച്ചു? 2011 മുതലാണ് ജനുവരി 25 ദേശീയ സമ്മതി ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവാചൻ സദൻ എവിടെ? ന്യൂഡൽഹി കേട്ടോ. നിർവാചൻ സദൻ ന്യൂഡൽഹി. 1989 വരെ, 50 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു പറഞ്ഞു. അത് മുതൽ തൊട്ടിട്ട് 89 വരെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. അതായത് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമായിട്ട് കേട്ടോ. എന്നാൽ 1993 എന്തായി? ഇതൊരു ബഹു അംഗ സമിതിയായിട്ട് മാറി കേട്ടോ. ബഹു അംഗ സമിതിയായിട്ട് മാറി 93 ശേഷം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ് അല്ലെ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെ 3 അംഗങ്ങളാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ബാക്കി 2 ആള് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ്. ഇപ്പൊ ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. 26ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചല്ലോ. ഇനി നമുക്ക് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമുക്ക് പിന്നെ വേറെ എന്തൊക്കെ പഠിക്കാം? ഇവരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് ഇവരെ നിയമിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പറഞ്ഞില്ലേ, ഈ 3 ആൾക്കും ഒരേ അധികാരമാണ് കേട്ടോ. 3 ആൾക്കും എന്താണ്? ഒരേ അധികാരമാണ് ഉള്ളത്. കാരണം നമ്മളിവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇവിടെ മുഖ്യ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പേരിൽ മാത്രമേ ഉള്ളൂ, അധികാരത്തിൽ ഇല്ല. 3 പേർക്കും ഒരേ അധികാരമാണ്. അതേപോലെ 3 പേർക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും എന്താണ്? ഒരേപോലെയാണ്. 3 പേർക്കും ഒരേപോലെയാണ് ശമ്പളവും കേട്ടോ. എത്രയാണ് ഇവരുടെ ശമ്പളം? 2,50,000 രൂപയാണ് 3 പേർക്കുമുള്ള ശമ്പളം കേട്ടോ. 3 പേർക്കും കൂടിയിട്ടല്ല കേട്ടോ, ഓരോ വ്യക്തികൾക്ക് കേട്ടോ. 3 ആൾക്കും ഒരേപോലെയാണ് ശമ്പളം. ഇനി ഈ 3 ആളില് അവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായം നോക്കും, അതിനനുസരിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മളിവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അയാൾക്കായിരിക്കും അധികാരം കൊടുത്തത്, മറ്റേ അത്രയും അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ 3 ആൾക്കും ഒരേ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. 3 ആൾക്കും തുല്യ അധികാരമാണ്. 3 ആൾക്കും തുല്യ ശമ്പളവും എന്താണ്? ഒരുപോലെ ആണ് കേട്ടോ. അതുപോലെ കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നതും ഇവരെ നിയമിക്കുന്നതും ഒക്കെ ആരാണ്? പ്രസിഡന്റ് ആണ് കേട്ടോ.
എന്താണ്, ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. എത്ര വർഷമാണ് കാലാവധി? ഇവരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി കേട്ടോ. ഇനി ഇവരെ ഇപ്പൊ നീക്കണം വെച്ചോ, തൽസ്ഥാനത്ത് നിന്നും നീക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രസിഡന്റ് എന്ത് ചെയ്യണം? സുപ്രീം കോടതി ജഡ്ജിനെ അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഇതിലേക്ക് എന്ത് ചെയ്യണം? ആദ്യം അറിയിക്കണം. അറിയിച്ചിട്ട് അവിടുന്ന് ഒരു തീരുമാനം വന്ന ശേഷമാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുക? ഇവരെ നീക്കുക കേട്ടോ. ഇവരെ നീക്കുന്ന സമയത്ത് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി ഇല്ലേ, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും എന്ത് ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. ഇവർക്ക് എന്താണോ ഫോർമാലിറ്റി ഉള്ളത് അതേ ഫോർമാലിറ്റിയോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ ദേശീയ തലത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എല്ലാം തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. അതവിടെ പഠിച്ചു വെക്കാം. ഇനി ഇവർക്ക് എന്താണ് യോഗ്യത? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗ്യത എന്ന് പറഞ്ഞത്? എന്താണ്? നമ്മുടെ ഭരണഘടനയില് യോഗ്യതയെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടില്ല? പരാമർശിച്ചിട്ടില്ല കേട്ടോ. ഭരണഘടനയിൽ യോഗ്യത പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് തിരിയും അല്ലേ? ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കാലാവധി പറഞ്ഞിട്ടുണ്ടോ? യോഗ്യത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇവരുടെ കാലാവധി 6 വർഷം 65 വയസ്സ് നമ്മൾ പറഞ്ഞു. കാലാവധി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അതും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ ഇവരുടെ അധികാരങ്ങളും ചുമതലകൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുക? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. പാർലമെന്റ് എന്തൊക്കെയാണ്? പാർലമെന്റ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്. പാർലമെന്റ് പറയുമ്പോൾ ഏതൊക്കെയാണ്? രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ്. ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഒക്കെ നടത്തുന്ന ചുമതല ആർക്കാണ്? ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇവരുടെ അധികാരങ്ങൾ ഇതൊക്കെയാണ് ചുമതലകൾ. ഓക്കെ. പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭയും ലോകസഭയും പ്രസിഡന്റും കൂടി ചേർന്നതാണ് പാർലമെന്റ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പും സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. ഇനി ഇവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ അധികാരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് അധികാരം ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരം. 2 അഡ്വൈസറി അധികാരം. അഡ്വൈസറി അധികാരം. 3 ക്വാസി ജുഡീഷ്യൽ അധികാരം. ക്വാസി ജുഡീഷ്യൽ അധികാരം. ഇതൊക്കെ ആരുടെ അധികാരങ്ങളാണ്? ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളാണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഇവിടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു, അതൊക്കെ ചുമതലകളാണ് അല്ലെ? എങ്ങനെയാണ്? ആദ്യം എന്ത് ചെയ്യും? പൊതു തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം അല്ലെ? നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, പിന്നെ സ്ഥാനാർത്ഥികൾ അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നത്, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ വേണം അല്ലെ? ആ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോട് അതുപോലെ സംസ്ഥാനത്തെ ഗവർണർമാരോടൊക്കെ എന്ത് ചെയ്യാണ്? അപേക്ഷിക്കുന്നത്. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. അതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കണം അല്ലെ? എത്ര ചെലവായി, എന്തൊക്കെ ഇവിടെ നടന്നുള്ള കണക്കുകൾ പരിശോധിക്കുന്നത്. പിന്നെ വോട്ടർ പട്ടികയൊക്കെ നല്ല കുറ്റമറ്റതാക്കിയിട്ട് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണം അല്ലെ? വോട്ടർ പട്ടികയൊക്കെ ഒരു തെറ്റുകൾ പോലും ഇല്ലാതെ ചെയ്യേണ്ടതൊക്കെ ആരുടെ കടമയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമകളാണ് കേട്ടോ, ചുമതലകളാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് അത്യാവശ്യം അറിഞ്ഞിരിച്ചു വെക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. താഴെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഭരണഘടനാ നിർമ്മാണ സഭ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചിട്ട് എല്ലാം ഞാൻ പോയിന്റുകൾ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇത് പറഞ്ഞതെന്ന് ചെയ്യല്ലേ. നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ: അമ്മു സ്വാമിനാഥൻ നമുക്കറിയാം അല്ലെ, മലയാളി. ദാക്ഷായണി വേലായുധനുണ്ട്, രാജകുമാരി അമൃത കൗർ, സരോജിനി നായിഡു. അപ്പൊ ഇവരെല്ലാം എന്താണ്? അപ്പൊ ആ 15 വനിതകൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ 4 ഓപ്ഷന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ 15 വനിതകൾ നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തത് അമ്മു സ്വാമിനാഥൻ. 1 അമ്മു സ്വാമിനാഥൻ. 2 ആരാണ്? ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധൻ. 3 ആനി മസ്ക്രീൻ. ആരാണ്? ആനി മസ്ക്രീൻ. ഓക്കെ, ഇവര് 3 പേരും മലയാളികൾ അല്ലെ. പിന്നെ 4-മത്തെ ആരാണ്? ബീഗം ഐസാസ് റസൂൽ. ആരാണ്? ബീഗം ഐസാസ് റസൂൽ. എന്താണ് ഇവരുടെ പ്രത്യേകത എന്നറിയോ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതയാണ് കേട്ടോ. ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂല്. അടുത്ത ദുർഗാബായി ദേശ്മുഖ്. ദുർഗാബായി ദേശ്മുഖ്. ഒരു 4 പ്രാവശ്യം ഈ പേര് വായിച്ചു വിട്ടാൽ മതി, അപ്പൊ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഞാൻ ഈ പേര് വായിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർമ്മ വരും. ദുർഗാബായി ദേശ്മുഖ്. ഹൻസ ജീവരാജ് മേത്ത. ഹൻസ ജീവരാജ് മേത്ത. 7 കമല ചൗധരി. അടുത്തത് മാലതി ചൗധരി. കമല ചൗധരി, മാലതി ചൗധരി. പിന്നെ 9 ലീല റോയി. പിന്നെ 10 പിന്നെ ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി. എന്താണ് ഈ രാജ്കുമാരി അമൃത് കൗറിന്റെ പ്രത്യേകത? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു അല്ലെ. സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന നമ്മുടെ ദേശീയ തലത്തിൽ അല്ലെ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടുള്ള ആ സമിതിയില് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ആര്? രാജ്കുമാരി അമൃത് കൗർ. ഇനി 11 രേണുക റായി. ആരാണ്? രേണുക റായി. 12 സരോജിനി നായിഡു. അടുത്തത് സുചേത കൃപലാനി. 14 വിജയലക്ഷ്മി പണ്ഡിറ്റ്. പൂർണിമ ബാനർജി. അപ്പൊ ഏതൊക്കെയാണ് 15 പേരുകള്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ മലയാളി. ബീഗം ഐസാസ് റസൂൽ ഏക മുസ്ലിം വനിത. ദുർഗാബായി ദേശ്മുഖ്. പിന്നെ ഹൻസ്രാജ് മേത്ത, കമല ചൗധരി, മാലതി ചൗധരി, ലീല റോയ്, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായി, സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കാൻ. ഞാൻ കൂടുതൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മൾ 1, 2, 3 ക്ലാസ്സിലൊക്കെ പറഞ്ഞു പോയതാണ്. ഇനി മൗലികാവകാശങ്ങൾ എത്തുമ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, കാരണം എല്ലാം പറഞ്ഞു പോയതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് ഇത്, വന്ദേ മാതരം അല്ലെ. വന്ദേ മാതരം രചിച്ച വ്യക്തി ആരാണ്? വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, വന്ദേ മാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏത് സമ്മേളനത്തിലാണ്, INCയുടെ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചത്? 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ദേശീയഗീതം ആലപിച്ചത്. ഇനി ഔദ്യോഗികമായിട്ട് ആലപിച്ചത് ആരാണ് ഔദ്യോഗികമായിട്ട് ഇത് ആലപിച്ചത്? ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് 1896 കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തില് ടാഗോർ ആണ് ഇത് ആലപിച്ചത്. ഇങ്ങനെ രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലെ. ഇനി ഏത് നോവലിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് നോവലിൽ നിന്നാണ് എടുത്തത്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ദേശീയഗീതം എടുത്തിരിക്കുന്നത്. ഈ ആനന്ദമഠത്തിലെ വിഷയം എന്തായിരുന്നു? സന്യാസി കലാപമാണ് കേട്ടോ. ആനന്ദമഠത്തിലെ വിഷയം എന്താണ്? ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. 1-2 പ്രാവശ്യമല്ല പറയുന്നത്, അതൊക്കെ മീതെ കേട്ടോ. മനസ്സിലായോ? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എന്ന ദേശീയഗീതം എടുത്തിരിക്കുന്നത്. ആനന്ദമഠം എന്നതിൽ പറയുന്ന എന്താണ് അതിലുള്ളത്? സന്യാസി കലാപത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി ഇത് ആനന്ദമഠം ഏതിലാണ് പ്രസിദ്ധീകരിച്ചത്? ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത്? ബംഗദർശിയിലാണ് കേട്ടോ. ബംഗദർശ എന്നതിലാണ് ആനന്ദമഠം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് കേട്ടോ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ്? ഇംഗ്ലീഷ് പരിഭാഷ അരവിന്ദ ഘോഷാണ് കേട്ടോ. ഇംഗ്ലീഷ് പരിഭാഷ അരവിന്ദ ഘോഷ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അരവിന്ദ ഘോഷ്. ഇംഗ്ലീഷ് പരിഭാഷ പറയുമ്പോഴേ നമ്മളിപ്പോ ദേശീയഗീതം വന്ദേ മാതരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ ഇംഗ്ലീഷിൽ ആദ്യം എന്താണ്? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? I bought to the mother Richie watered richly fruited. I bought to the mother Richie water richly fruited. ഇങ്ങനെയാണ് ദേശീയഗീതം ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. ഓക്കെ. ഏത് രാഗത്തിലാണിത്? വന്ദേ മാതരം ഏത് രാഗത്തിലാണ്? ദേശരാഗത്തിലാണ് കേട്ടോ. ഏതാണ്? ദേശരാഗത്തിലാണ്. എത്ര സമയം വേണം ദേശീയഗീതം ആലപിക്കാൻ? 65 കേട്ടോ. 65 സെക്കൻഡ് ആണ് ആവശ്യം. ഇനി നമ്മളിപ്പോ ഇംഗ്ലീഷിൽ അരവിന്ദ ഘോഷാണ് എന്ന് പറഞ്ഞു എങ്കിൽ തമിഴിൽ ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. തമിഴില് സുബ്രഹ്മണ്യ ഭാരതി. തമിഴാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഇനി ഈ വന്ദേ മാതരത്തില് ഒരു ആരാധനാമൂർത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ആരാധനാമൂർത്തി? ആരാണ്? ദുർഗയാണ് കേട്ടോ. ദുർഗയാണ് ആരാധനാമൂർത്തി. ഇനി നമുക്ക് 1947 ഓഗസ്റ്റ് മാസം 14 നമുക്ക് പ്രത്യേകതയൊക്കെ അറിയാം അല്ലെ. ആ 44 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗത്തില് എന്ത് ചെയ്തു? വന്ദേ മാതരം ആലപിച്ചു. 1947 ഓഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗത്തില് വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? വന്ദേ മാതരം ആലപിച്ചത്? സുചേത കൃപലാനിയാണ് കേട്ടോ. സുചേത കൃപലാനി. ഇങ്ങനെ ചോദ്യം വന്നാൽ കൺഫ്യൂഷൻ ആകും. ഫസ്റ്റ് നമുക്കറിയാം 1896 കൽക്കത്തയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തില് ഔദ്യോഗികമായി പാടിയത് ടാഗോർ ആണ്. എന്നാൽ 1947 ഓഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗത്തില് ആലപിച്ചത് സുചേത കൃപലാനിയാണ്. ആരാണ്? സുചേത കൃപലാനി. അതുപോലെ തന്നെ ആ യോഗം കഴിയുമ്പോൾ അവസാനം ജനഗണമന പാടുന്നതും സുചേത കൃപലാനി തന്നെയാണ് കേട്ടോ. ഇനി 47 നമുക്കറിയാം സ്വാതന്ത്ര്യ പുലരിയാണ് അല്ലെ. സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലരിയില് ആകാശവാണി ബലദീവാനന്ദ അല്ലെ, എങ്ങനെയാ പറയാ? സംസ്കൃതത്തിൽ പറയാറില്ലേ? അതില് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ട ഗാനവും ഏതാണ്? വന്ദേ മാതരമാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതി വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24 കേട്ടോ. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ എപ്പോഴാണ്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്.
അടുത്ത ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടുകളെ കുറിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു വിടണുള്ളൂ കേട്ടോ. ഇനി നമ്മളത് വെറുതെ ഇരുന്ന സമയം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മുടെ ആർട്ടിക്കിൾ 32 പ്രകാരം പാർലമെന്റിന് എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും സുപ്രീം കോടതി ഹൈക്കോടതിയും അല്ലാത്ത മറ്റൊരു കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഒരു അധികാരം പാർലമെന്റ് കൊടുക്കുകയാണെങ്കിൽ 32 പ്രകാരം മറ്റു കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. പക്ഷെ ഇന്ന് വരെ ഈ പാർലമെന്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും തന്നെയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിക്കാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള കൂടുതൽ അധികാരം ഹൈക്കോടതിക്കാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എത്ര തരം റിട്ടുകളുണ്ട്? 5 തരം റിട്ടുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ റിട്ട് എന്താണെന്ന് നോക്കാമല്ലോ. ഒന്ന് ഹേബിയസ് കോർപ്പസ് അല്ലെ. 5 തരം റിട്ടില് ഒന്ന് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താണ്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ് അല്ലെ. എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ്. അതുപോലെ തന്നെ അതായത് ഈ അന്യായമായിട്ട് ആരെങ്കിലും തടവിലാക്കുകയാണെങ്കിൽ കോടതിക്ക് മുന്നിൽ ഹാജരാകുക എന്ന് കോടതി അവകാശപ്പെടുന്നത് ഏതിൽ വഴിയാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അത് അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ എന്താണ്? പുറത്തിറക്കൊണ്ടുവരണം അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, അന്യായമായി തടങ്കലിരിക്കുന്ന വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ പോയി ഇരുന്നാൽ പോരാ, കോടതി കൊണ്ട് ഹാജരാക്കണം എന്ന് ആര് പറയാണ്? സുപ്രീം കോടതി പറയുകയാണ്. അതാണ് ഹേബിയസ് കോർപ്പസിൽ പറയുന്നത് കേട്ടോ. ഈ ഉത്തരവ് പ്രകാരം സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പൊതു അധികാരികൾക്കെതിരെയും ഒക്കെ എന്ത് ചെയ്യാം? ഈ റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ഏതാണ് പറയുന്നത്? റിട്ട് മാൻഡമസ്. രണ്ടാമത്തത് ഏതാണ്? മാൻഡമസ്. മാൻഡമസ് എന്താണ്? ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ്. മാൻഡമസിൽ എന്താണ് പറയുന്നത്? മാൻഡമസിൽ ഈ എന്താ പറയാ, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ. ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ പ്രതികൂലമായി. ഇപ്പൊ നിങ്ങൾ നാളെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ആയിട്ട് ജോലി കയറണം. നിങ്ങൾക്ക് അവിടെ കുറെ ഡ്യൂട്ടി ഉണ്ട് അല്ലെ. ഡ്യൂട്ടി ചെയ്യാനാണല്ലോ നമ്മൾ ജോലി കയറുന്നത്. അവിടെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കുകയെന്ന് വെച്ചോ, അപ്പൊ നമുക്കെതിരെ എന്ത് ചെയ്യാം? മാൻഡമസ് പുറപ്പെടുവിക്കാം. അത്രയും അവിടെ മനസ്സിലാക്കി വെക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പറഞ്ഞതാണ് കേട്ടോ. പ്രൊഹിബിഷൻ എന്താണ്? പ്രൊഹിബിഷൻ എന്താണ് പറയുന്നത്? അതായത് താഴെത്തട്ടിലുള്ള കോടതിയോട് അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ജില്ലാ കോടതി ഉണ്ടാവും. ജില്ലാ കോടതിക്ക് ജില്ലാ കോടതിയുടെ അധികാര പരിധിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേസിന്റെ തീർപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അഥവാ ഈ തിരുവനന്തപുരം ജില്ലാ കോടതി ഇപ്പോ തൃശ്ശൂരുള്ള ജില്ലാ കോടതിക്ക് അധികാര പരിധിയിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും കോടതിക്കുള്ള ഇതിലാണ് എടുക്കുന്നത് എങ്കിൽ എന്താണ്? അത് അങ്ങനെ തടയാൻ വേണ്ടിയിട്ട് ആര് ചെയ്യും? സുപ്രീം കോടതി അത് തടയും അല്ലെ. അപ്പൊ അതാണ് അവിടെ പ്രൊഹിബിഷൻ ആണ് അല്ലെ. അവിടെ എന്താണ്? പ്രൊഹിബിഷൻ, തടയാണ് അവിടെ ചെയ്യുന്നത്. ഇനി സെർഷ്യോററി എന്താ പറയുന്നത്? സെർഷ്യോററി എന്താണ്? സെർഷ്യോററി നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് പറഞ്ഞത്? കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് അല്ലെ. കീഴ്ക്കോടതിയിൽ നിന്നും എവിടേക്ക്? മേൽക്കോടതിയിലേക്ക് എന്ത് ചെയ്യണം? മാറ്റാൻ. കേസ് എന്ത് ചെയ്യണം? മാറ്റണം. അതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. കോ വാറന്റോ എന്താണ്? കോ വാറന്റോ അത് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നത് നമുക്ക് അവിടുന്ന് എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. എന്ത് അധികാരം എന്നാണ് പറഞ്ഞത്? ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നമുക്ക് ഡിഗ്രിക്കാർക്ക് മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപേക്ഷിക്കാൻ പറ്റും. ഇനി അഥവാ ഒരു വ്യക്തി ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൽ കാണിച്ചിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപേക്ഷിക്കാന്ന് വെച്ചോ, അത് അവർക്ക് +2 വെച്ചിട്ട് അപേക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ബൈ ചാൻസ് അപേക്ഷിച്ചാൽ അവർക്ക് ഇനിയിപ്പോ സെക്രട്ടറി അസിസ്റ്റന്റിൽ കയറിയെന്ന് വെക്കാം, ആ ജോലി സ്ഥലത്തിരിക്കാൻ യോഗ്യതയുണ്ടോ അവർക്ക്? ഇല്ല. അപ്പൊ അതിനെതിരെ പുറപ്പെടുവിക്കുന്നതാണ് ഇത് കോ വാറന്റോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയായ എന്താണ്? പ്രസ്താവനയാണ് അല്ലെ. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അല്ല, മനുഷ്യാവകാശ കമ്മീഷനിൽ മാത്രമാണ് എത്ര വരുന്നത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ മാത്രം
മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതിന് താഴെയാണ്. അപ്പൊ അത് തെറ്റാണ് അല്ലെ, 3 വരുന്നത് തെറ്റാണ്. അപ്പൊ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടല്ലേ. നമ്മുടെ എന്താണ് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ലോകത്തില് ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. എവിടെയാണ്? സ്വീഡനിലാണ് കേട്ടോ. ഇനി നമ്മള് തദ്ദേശീയമായിട്ട് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് 1997 തമിഴ്നാട് സംസ്ഥാനമാണ് കേട്ടോ. തമിഴ്നാടാണ് 1997 അവരെന്ത് ചെയ്തു, സ്വന്തമായിട്ട്, അതായത് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് തന്നെ തമിഴ്നാട്ടില് 1997 എന്ത് ചെയ്തു, അവർ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്തു, ഒരു വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ആദ്യം എവിടെയാണ്? രാജസ്ഥാനിലാണ്. എവിടെയാണ്? ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. രാജസ്ഥാനിലാണ്. വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് എന്ത് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായിട്ടുള്ള സംഘടന. ഇത് സ്ഥാപിച്ചത് ആരാണ്? അരുണ റായ് ആണ്. അരുണ റോയ് ആണ് ഈ സംഘടന സ്ഥാപിച്ചത് കേട്ടോ. ഇനി എത്ര അധ്യായങ്ങളാണ് വിവരാവകാശ നിയമം? 2005 വിവരാവകാശ നിയമത്തില് എത്ര അധ്യായങ്ങളാണ്? വിവരാവകാശ നിയമത്തില് എത്ര അധ്യായങ്ങളാണ്? 6 അധ്യായങ്ങളാണ്. എത്ര വകുപ്പാണ്? 31 വകുപ്പാണ്. എത്ര പട്ടികയുണ്ട്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പട്ടിക ചോദിച്ചിട്ടുണ്ട്. 2 പട്ടികകളാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ പട്ടികയിൽ എന്താണ് പറയുന്നത്? നമ്മുടെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഒക്കെ എന്താണ്, കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ കേട്ടോ. കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത്. രണ്ടാമത്തെ പട്ടികയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്. അപ്പൊ എല്ലാ സ്ഥാപനത്തിലും കൊണ്ടുപോയിട്ട് വിവരം വേണം പറഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല അല്ലെ. അതാത് സ്ഥാപനങ്ങളിൽ മാത്രമാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുള്ളൂ. കുറെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്? തരുന്നതല്ല, നിഷേധിക്കുന്നത് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പട്ടികയിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വിവരാവകാശ നിയമം എപ്പോഴാണ് പ്രസിഡന്റ് ലോകസഭ പാസ്സാക്കിയത് നമുക്ക് നോക്കാം. ലോകസഭ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 മെയ് മാസം 11 കേട്ടോ. മെയ് മാസം 12 രാജ്യസഭ പാസ്സാക്കുന്നത്. മെയ് മാസം 12 ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് ജൂൺ മാസം 15. ചോദിക്കാറുണ്ട്. ജൂൺ മാസം 15 എന്നാൽ അത് ഗസറ്റില് പബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? ജൂൺ മാസം 21 എന്നാൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 12 2005 കണ്ടോ, എത്ര നോക്ക്. 2005 മെയ് മാസം 11 ലോകസഭ പാസ്സാക്കി. പിറ്റേ ദിവസം മെയ് 12 രാജ്യസഭ പാസ്സാക്കി. 12 കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു അല്ലെ. ജൂൺ 15 പ്രസിഡന്റിൽ ഒപ്പുവെച്ചു. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് ജൂൺ 21 നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഇനി അടുത്തൊരു വിവരാവകാശ നിയമത്തിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ല. ഇനി ഇതിന്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഏകദേശം ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി ഇതിന്റെ ഒരു കുറച്ചും കൂടി അങ്ങോട്ട് ലെവൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത വിവരാവകാശ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വിവരാവകാശ നിയമത്തിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നില്ല. കാരണം മുൻപ് നമ്മൾ ക്ലാസ് ഡീപ്പായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും നാമനിർദ്ദേശം ചെയ്യുന്നതും ഒക്കെ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പക്ഷെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേട്ടോ. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. എത്ര ഇവിടെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ബൈ.